രേരൻ അസാമാന്യനാണെന്ന് ഇതോടെ തമ്പുരാന് ബോധ്യമായി. അശുവോളം പോന്ന ഈ ചെറുക്കൻ ഇനി വളർന്നു വന്നാൽ തനിക്കും തൻ്റെ കൊട്ടാരത്തിനും തൻ്റെ വംശത്തിനും അപകടമാകും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ തമ്പുരാൻ ഇവനെ വേരോടെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയായിരുന്നു. കുടിലബുദ്ധിയായ തമ്പുരാൻ വീണ്ടും രേരനെ വിളിച്ചു. രേര നേന്തിരപ്പുഴയുടെ തീരത്തുകൂടി നടന്നു പോകുമ്പോൾ അന്തർജനത്തിൻ്റെ ഒരു പാദസരം ആ പുഴയിൽ വീണുപോയി. ഉടനെ അത് കണ്ടെടുത്ത് കൊണ്ടുവരിക. ഇതിനകം തമ്പുരാൻ മറ്റു ചില പണികൾ ഒപ്പിക്കുകയായിരുന്നു. പരിചാരക വിട്ട് ഈ നേന്തിരപ്പുഴയിൽ മുതലകളെ ഇറക്കി. അതുമാത്രമല്ല, ഉറക്കത്തിനിടയിൽ ഈ രേരൻ്റെ മാന്ത്രിക ചൂരൽ മോഷ്ടിപ്പിക്കുകയും ചെയ്തു. മാന്ത്രിക ചൂരൽ അന്വേഷിച്ച് രേരൻ നടന്നു. ചങ്ങാതിയും അമ്മാവന്മാരുമൊക്കെ വിഷണരായി. എങ്കിലും രേരൻ മനസ്സാന്നിധ്യം കൈവിട്ടില്ല. നേരെ എല്ലാവരും കൂടി നേന്തിരപ്പുഴയുടെ തീരത്തെത്തി. പുഴയിലെ മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് രേരൻ ഇഷ്ടമൂർത്തിയെ ധ്യാനിച്ചു. പുഴയിലെങ്ങോ മറഞ്ഞു കിടന്നിരുന്ന ആ പാദസരം പെട്ടെന്ന് രേരൻ്റെ കാലിൽ വന്ന് ചുറ്റുകയായിരുന്നു. ആ പാദസരം വീണ്ടെടുത്തുകൊണ്ട് ഇവർ തിരിച്ച് കോട്ടവാതിൽക്കലെത്തി. കോട്ടവാതിൽക്കലെത്തിയപ്പോൾ ഇരുട്ട് പരന്നിരുന്നു. രാത്രിയായി. കോട്ടവാതിൽ അടച്ചിരുന്നു. അപ്പോഴേക്കും രാജാവിന് തോന്നി, അവൻ്റെ കാര്യം തീർന്നു, ഇനി അവൻ തിരിച്ചു വരില്ല. അങ്ങനെ സജീവനും ബാക്കിയുള്ള മന്ത്രിമാരും കൂടി ആഹ്ലാദ നൃത്തം ചവിട്ടുകയായിരുന്നു. മുതല വിഴുങ്ങി കാണുമെന്ന് എല്ലാവർക്കും തോന്നി. കാര്യക്കാരും നായന്മാരും അങ്ങനെ ആഹ്ലാദിച്ച് നൃത്തം ചവിട്ടുന്ന വേളയിലാണ് രേരൻ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു വന്നത്. പാദസരം തമ്പുരാൻ്റെ മുന്നിലേക്ക് വെച്ചു നീട്ടുമ്പോൾ തമ്പുരാനോടൊപ്പം സിൽബന്ധികളും വാപൊളിച്ചുപോയി. പക്ഷേ തോൽവി സമ്മതിക്കാൻ തമ്പുരാന് മനസ്സ് വന്നില്ല. മുഖത്ത് സന്തോഷം വരുത്താൻ ശ്രമിച്ചുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, രേര, നമ്മുടെ ബേക്കലം കോട്ട നമ്മുടെ കൈവിട്ടു പോയിരിക്കുന്നു. അതിനെ ശത്രുക്കൾ കൈവശപ്പെടുത്തിയത് നിനക്കറിയാമല്ലോ. പഠിച്ച പണി 18 നോക്കിയിട്ടും ബേക്കലം കോട്ട വീണ്ടെടുക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു. രേരൻ ഉടനെ അവിടെ എത്തി ശത്രുക്കളെ അമർച്ച ചെയ്ത് ബേക്കലം കോട്ട തിരിച്ചെടുക്കണം. ഇത് രാജാജ്ഞയാണ്. രാജാജ്ഞ ധിക്കരിച്ചാലുള്ള ഭവിഷ്യത്തറിയാമല്ലോ. പക്ഷെ ഒരു വാക്ക് തരാം, ബേക്കലം കോട്ട വീണ്ടെടുത്താൽ പകുതി കോട്ട നിനക്കുള്ളതാണ്. ചങ്ങാതിയും അമ്മാവന്മാരും ഈ രാജാജ്ഞ കേട്ട് ആകെ ഭയസംഭ്രാന്തരായി. ഇനി തല പോകാൻ അധികം നേരമില്ല, അവർ മനസ്സിൽ കരുതി. രേരൻ അവരെ ആശ്വസിപ്പിച്ചു. രേരൻ തമ്പുരാനോട് പറഞ്ഞു, 14 ദിവസത്തെ സാവകാശം വേണം. ശരിയാവട്ടെ, തന്നിരിക്കുന്നു. രേരൻ നടന്നു. അല്പം എന്തോ ആലോചിച്ച് വീണ്ടും തിരികെ നടന്നിട്ട് തമ്പുരാൻ്റെ മുന്നിലെത്തിയിട്ട് പറഞ്ഞു, തമ്പുരാനെ, ഒരു കാര്യമുണ്ട്. എന്താ? ബേക്കലം കോട്ട തിരിച്ചെടുക്കണമെങ്കിൽ ഒരു തന്ത്രം പ്രയോഗിക്കണം. അതിനുവേണ്ടി വളർപട്ടണം കോട്ട കുറച്ച് ദിവസത്തേക്ക് എൻ്റെ കൈവശം ഏൽപ്പിക്കാൻ ദയവുണ്ടാവണം. അത് തൽക്കാലത്തേക്ക് മാത്രം മതി. തമ്പുരാൻ അല്പനേരം ചിന്താകുലനായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി. എന്നിട്ട് പറഞ്ഞു, ശരി, സമ്മതിച്ചിരിക്കുന്നു. വളർപട്ടണം കോട്ട തൽക്കാലത്തേക്ക് രേരനെ ഏൽപ്പിച്ചു. രേരനും ചങ്ങാതിയും അമ്മാവന്മാരും അവിടെ കുടിയേറി. രാജപരിവാരങ്ങളും ബാക്കി മന്ത്രിസത്തമ്മന്മാരും എല്ലാവരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു. രേരൻ ഒരു തരകെഴുതി അസ്ത്രത്തലക്കൽ കെട്ടി നേരെ ബേക്കലം കോട്ടയിലേക്ക് എയ്തുവിട്ടു. തരകും അസ്ത്രവും കോട്ടയ്ക്കുള്ളിൽ ചെന്ന് വീണു. സേവകർ കണ്ടു. സേവകർ അത് അവരുടെ നായകനെ ഏൽപ്പിച്ചു. നായകൻ നേരെ രാജസന്നിധിയിലേക്ക് എത്തിച്ചു. അതൊരു ഉഗ്രശാസനയായിരുന്നു. അടിയന്തരമായി കോട്ട വിട്ട് പൊയ്ക്കോണം. ബേക്കലം രാജാവിന് കലികേറി ഇത്തിരി പോകുന്നൊരു ചെറുക്കൻ തരകയച്ചിരിക്കുന്നു, അതും കോട്ട വിട്ടുകൊടുക്കണമെന്ന്. രാജാവ് ഉടനെ എല്ലാവരും മന്ത്രിമാരെയൊക്കെ വിളിച്ച് 1,00,000 പേരുടെ സേനയുമായി നേരെ വളർപട്ടണം കോട്ടയിലേക്ക് വെച്ച് പിടിച്ചു. ബേക്കലം കോട്ടയിൽ നിന്നിരുന്ന സൈന്യശക്തിയെ മുഴുവൻ ദൂരേക്ക് മാറ്റുക എന്ന തന്ത്രമായിരുന്നു അവിടെ രേരൻ പയറ്റിയത്. ഒരു മാന്ത്രിക ബാണം, അത് മാത്രം കൊണ്ട് രേരൻ കാര്യം ഒപ്പിച്ചു.
ഈ മാന്ത്രിക ബാണം ചെന്ന് സേനയുടെ മധ്യത്തിൽ വീണു. സേന ഛിന്ന ഭിന്നമായി പരസ്പരം ഓടിത്തുടങ്ങിയവർ പരസ്പരം പടവെട്ടി, പരസ്പരം ചത്തു വീണു. എന്തിനു പറയുന്നു? രേരൻ സർവ്വസംഹാരം നടത്തി ആ സേനയെ ഛിന്ന ഭിന്നമാക്കി. വിവരം ബേക്കലം രാജാവ് പറഞ്ഞു. അന്തഃപുരത്തിൽ ഭാര്യമാരോടൊത്ത് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ നേരിടേണ്ടത് എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ രേരൻ അയച്ചൊരു ബാണം നേരെ രാജാവിൻ്റെ തലയിൽ തറയ്ക്കുകയും തലയറ്റ് താഴെ വീണ് രാജാവ് അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തു. പിന്നൊരു പുകിലല്ലേ. രേരനും കൂട്ടരും നേരെ ബേക്കലം കോട്ടയിലെത്തി. എന്നിട്ട് വിവരം കോലത്തിരി തമ്പുരാനെ അറിയിച്ചു. രാജാവാകെ അസ്വസ്ഥനായി. ഒരു തീയച്ചെറുക്കനെ ആദരിക്കേണ്ടി വരുന്നല്ലോ. അതിൻ്റെ ജാള്യത രാജാവിന് വേട്ടയാടി. പെട്ടെന്ന് രാജാവിന് ഒരു ബുദ്ധി തോന്നി. നേരത്തെ പറഞ്ഞ വാഗ്ദാനം പാലിക്കണമെങ്കിൽ, അതായത് പകുതി കോട്ട രേരന് കൊടുക്കണമെങ്കിൽ ഒരു പരീക്ഷണത്തിൽ കൂടി വിജയിക്കണം. മനസ്സിൽ ചിരിച്ചുകൊണ്ട് രേരൻ പറഞ്ഞു, ആജ്ഞാപിച്ചാലും. ഞാനും സജീവന്മാരും പരിവാരങ്ങളും നിറഞ്ഞു നിൽക്കെ എൻ്റെ മുന്നിൽ നിൻ്റെ അസ്ത്രാഭ്യാസം തെളിയിച്ച് കാണിക്കണം. ആ അസ്ത്രവിദ്യയിൽ പരാജയപ്പെട്ടാൽ ഞാൻ നേരത്തെ വാഗ്ദാനം ചെയ്ത കാര്യം ലഭിക്കില്ലെന്ന് മാത്രമല്ല, ഞാൻ വിധിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങേണ്ടിയും വരും. രാജശാസനം. ചങ്ങാതിയും അമ്മാവന്മാരും ആകെ വിറച്ചു. പക്ഷേ രേരൻ പറഞ്ഞു, സാരമില്ല, ഞാനത് നേരിടാം. രാജാവിനെയും അനുചരന്മാരെയും സാക്ഷിയാക്കി കോട്ടയുടെ അരമതിൽ ചെന്ന് നിന്ന് രേരൻ ഒരസ്ത്രം തൊടുത്തു. ഈ അസ്ത്രം വളരെ അകലെയുള്ള കോലത്തുവയൽ ചെന്ന് അങ്ങ് പതുക്കുകയായിരുന്നു. ആ അസ്ത്രം വീണ്ടെടുക്കാൻ 12 നായർ പടയാളികളും 12 കുതിരകളും 12 ഗജവീരന്മാരും ശ്രമിച്ചിട്ട് നടന്നില്ല എന്നതാണ് ചരിത്രം. തോൽവി പൂർണ്ണമായി സമ്മതിച്ച തമ്പുരാൻ രേരൻ്റെ മുന്നിൽ അടിയറവ് പറയുകയും താൻ വാഗ്ദാനം ചെയ്ത പകുതി കോട്ട തരാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ രാജാവിനെയും സജീവന്മാരെയും രാജവൃന്ദത്തെയും ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രേരൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ കോട്ടയും അങ്ങയുടെ സമ്പത്തും അധികാരവും ഒന്നും വേണ്ട. പകരം എനിക്ക് വേണ്ടത് തരുമോ? എന്താ വേണ്ടത് പറയൂ. പകരം എനിക്ക് വേണ്ടത് യുദ്ധവേളയിൽ വളർപട്ടണം കോട്ടയിൽ എനിക്കോ ചങ്ങാതിമാർക്കോ അമ്മാവന്മാർക്കോ അയിത്തമുണ്ടായിരുന്നില്ല. അവിടെ അയിത്തം ഒഴിവാക്കി തന്നതുപോലെ കോലത്തിരി രാജ്യത്തും അയിത്തം ഒഴിവാക്കി തരാൻ ഉണ്ടാവണം. മാത്രമല്ല, ഈ പ്രഖ്യാപനം സവർണറുടെ വീടുകളിൽ ഞാൻ പോയി പറയാനുള്ള അനുവാദവും തരണം. അന്താളിച്ചു പോയി രാജാവ്. ഞെട്ടിത്തിരിച്ച തമ്പുരാൻ അടിയറവ് പറഞ്ഞ് അവൻ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്തു. അതുമാത്രമല്ല രേരൻ ആവശ്യപ്പെട്ടത്, കാലാകാലങ്ങളിൽ തെയ്യക്കോലം കെട്ടിയാടാനുള്ള അനുവാദം വാങ്ങി. പുലയും വാലായ്മയും നിമിത്തം രേരൻ്റെ പിന്മുറക്കാർക്ക് തെയ്യം കെട്ടിയാടാൻ കഴിയാതെ വന്നാൽ ആ ദൗത്യം കോലത്തിരി തമ്പുരാൻ്റെ പിന്മുറക്കാർ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു വാഗ്ദാനവും കൂടി വാങ്ങിയിട്ടാണ് രേരൻ ആ കൊട്ടാര മുറ്റത്ത് നിന്നും വിടവാങ്ങിയത്. ഇതെല്ലാം അനുവദിച്ചു കൊടുത്തിട്ട് കൂടൻ ഗുരുനാഥൻ എന്ന സ്ഥാനപ്പേര് നൽകി രേരനെ അംഗീകരിച്ചു എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും.